വെർഷൻ 4.5 സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാട്ടർ ഫൗണ്ടനാണ്. അപ്പം അത് PVC വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്ൈബ് ചെയ്യുക. പിന്നെ കണ്ണൻ അടുത്തിരിപ്പുണ്ട്. കണ്ണന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഫൗണ്ടൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 1 മീറ്റർ പോരാ. പിന്നെ നമുക്ക് ഇത് എത്ര ഇഞ്ചാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും മറ്റേ 1 ഇഞ്ചിനെക്കാട്ടിലും വലിയ പൈപ്പാണിത്. അപ്പോൾ ഇത്ര നീളം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ വയറിങ് പൈപ്പില്ലേ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ട്യൂബ് വേണം. അത് നമ്മുടെ ഈ വാട്ടർ പമ്പെ പിടിപ്പിക്കാനായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് 4 എൽബോ വേണം. നമുക്ക് 4 എൽബോ വേണം. പിന്നെ 4 എൻഡ് ഗ്യാപ്പും വേണം. എൻഡ് ക്യാപ്പ് വേണം. കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെവിക്വിക്ക് ഒട്ടിക്കാനായിട്ട് വേണം. പിന്നെ ആക്സോ ബ്ലേഡ് ഈ പൈപ്പ് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത്ര ഉള്ളതിൻ്റെ മെയിൻ കമ്പൗണ്ട്. നമുക്കിനി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ എൻഡ് ഗ്യാപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളെ നേരെ വെക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, മേളിലേക്കുള്ള പൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് ഗ്യാപ്പ് കയറത്തില്ല. ഇത് ശലം വലിയ പൈപ്പാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഡ് ഗ്യാപ്പിൻ്റെ ഈ തിരിച്ചുള്ള ഭാഗമല്ല, മറ്റേ ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ പൈപ്പിനകത്തോട്ട് കയറ്റാൻ പോവാണ്. ശലം കയറാൻ സ്ഥലം പാടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്മുടെ പേപ്പർ കത്തിച്ച് ഉരുക്കിയിട്ട് അറ്റം ചെറുതായിട്ട് ഉരുക്കിയിട്ട് ഇത് കയറ്റി വെച്ച് ഇതിൻ്റെ അറ്റം അടയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഉരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻഡ് ഗ്യാപ്പ് കൊണ്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കാനായിട്ടൊരു പൈപ്പുണ്ട്, അത് കട്ട് ചെയ്യണം. ആദ്യത്തെ ഏറ്റവും അടി വരുന്ന പൈപ്പാണിത്. നമ്മളൊരു 29 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 29 സെൻറ്റിമീറ്റർ എടുത്ത് അളവെടുത്ത് വെച്ചേക്കണം. ഇനി ഇവിടുന്ന് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളൊരു 29 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ എൽബോ നമ്മുടെ ഈ അറ്റത്ത് പിടിപ്പിക്കാൻ പോവാണ്. എൽബോ അറ്റത്ത് പിടിപ്പിച്ച് 1 ഇഞ്ചിൻ്റെ എൽബോ ആണ്. പിന്നെ ഈ എൻഡ് ഗ്യാപ്പ് ഈ അറ്റത്തും പിടിപ്പിച്ചേക്ക് പോകണം. അപ്പോൾ ഒരു പൈപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പൈപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ഇതിൻ്റെ മേലെ വരുന്ന സെക്ഷൻ ആണ് ഈ പൈപ്പാണ്. അത് നമ്മൾ 22 സെൻറ്റിമീറ്റർ എടുത്താണ് മുറിക്കാൻ പോകുന്നത്. 22 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മുറിച്ചാൽ മതി. 22 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അറ്റത്ത് എൻഡ് ഗ്യാപ്പ് ഇടും. ഇവിടെ ശകലം വലിപ്പം ഉണ്ടായിരുന്നു. എൻഡ് ഗ്യാപ്പ് ശകലം ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുക്കി ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് കയറ്റി വെച്ച് മുറിക്കാൻ മതി. അപ്പുറത്തൊരു എൽബോയും കൂടെ നമ്മൾ വെക്കുവാണ്. എൽബോ ആണ്, ഷോർട്ട് ബെൻഡാണ്. നമ്മൾ ഷോർട്ട് ബെൻഡ് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഒരു 15 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബെൻഡും നമ്മൾ എൻഡ് ഗ്യാപ്പ് കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ 15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡ് ഗ്യാപ്പ് കൊടുക്കാൻ പോവാണ്. എൻഡ് ഗ്യാപ്പ് ശകലം ടൈറ്റ് വേണം. അപ്പോൾ നമ്മളൊന്ന് ഉരുക്കിയിട്ടാണ് മുമ്പഴത്തേന് വെച്ചത്. അപ്പോൾ നമുക്കൊന്ന് ഉരുക്കിയിട്ട് പൈപ്പ് ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ടുണ്ട്. ഇനി എൻഡ് ഗ്യാപ്പ് ഒന്ന് കയറ്റി വെക്കുവാണ്. എൻഡ് ഗ്യാപ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എൽബോയും കൂടെ വെക്കുവാണ്. എൽബോ ആണോ അതോ ഇത് ബെൻഡാണോ എന്ന് ഒരു സംശയമുണ്ട് നമുക്ക്, അല്ലേ? അതെ. അപ്പോൾ അത് നമ്മളൊന്ന് മുറുക്കിയിട്ടുണ്ട്, കയറ്റി വെച്ചു. ഓക്കെ. അടുത്ത ഏറ്റവും മേളത്തെ പൈപ്പ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതാണ് 20 സെൻറ്റിമീറ്റർ മാർക്ക്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് മുറിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ബെൻഡ് കൂടെ വെച്ച് വെക്കുവാണ്. ബെൻഡ് നമ്മൾ കയറ്റി വെക്കുക. അപ്പം പൈപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിന്ന് സെറ്റ് ചെയ്യണം. വയറിംഗ് പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 8 സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കണം. അപ്പോൾ അത് 4 എണ്ണം വേണം. നമുക്ക് 8 സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കാം. എന്തിനാണെന്ന് പറയാം. വയറിംഗ് പൈപ്പല്ല, നമ്മൾ 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ അറ്റം നമ്മളിങ്ങനെ ഒരു യു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. 2 സൈഡും 4 എണ്ണത്തിന് അങ്ങനെ 2 സൈഡും നമ്മൾ യു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഏറ്റവും മേളിൽ വരുന്നൊരു പൈപ്പുണ്ട്. നമ്മൾ 20 സെൻറ്റിമീറ്റർ എടുത്തൊരു പൈപ്പുണ്ട്. അതിൻ്റെ മേളിൽ നമ്മളിങ്ങനെ യു ഷേപ്പ് ആക്കി വെക്കണം. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്, ഒരു കുപ്പി എടുത്തിട്ട്. അപ്പം കുപ്പി നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആക്സോ ബ്ലേഡ് വെച്ച് 2-3 വരച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കത്രി വെച്ച് മുറിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ 4 കുപ്പി നമ്മൾ മുറിച്ചെടുക്കണം. എല്ലാ കുപ്പി നമ്മൾ ഒരു കപ്പ് കൊണ്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്നും കളയേണ്ട, നമുക്ക് അടപ്പ് വേണ്ടതാണ്. ഇനി നമുക്ക് എന്നാ ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ആ പരിപാടിയിലേക്ക് ഏറ്റവും താഴത്തെ 29 സെൻറ്റിമീറ്റർ എടുത്തുള്ള 29 സെൻറ്റിമീറ്റർ എടുത്ത് മുറിച്ച ഒരു പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 8 സെൻറ്റിമീറ്റർ പൈപ്പ് ഇതിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. നമ്മൾ ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. നേരെയാണല്ലോ, കറക്റ്റ് നേരെ ആയിരിക്കണം. നമ്മൾ ഈ ഹോളുമായിട്ട് നേരെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ്. ഫെവിക്വിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഒരെണ്ണം ഇവിടെ ഒട്ടിച്ച് ഇനി ഒരെണ്ണം കൂടെ ഇവിടെ ഒട്ടിക്കുകയാണ് നമ്മൾ.
ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മേളത്തെ എത്ര 22 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മളത് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇതെല്ലാം ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്കെയിൽ വെച്ച് അളവൊക്കെ വെച്ച് എല്ലാം ഒരേ ലെവലിലാണ് സൈഡ് കൊടുക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ കൂട്ടി വരും. നമ്മുടെ അടുത്ത പൈപ്പ് ഇത് ഏറ്റവും മേലത്തെ ആ പൈപ്പാണ് 15 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് ഈ പൈപ്പ് ഒട്ടിച്ച് ഇതിൻ്റെ മേളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ പൈപ്പെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പൈപ്പിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുപ്പിയടപ്പ് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് ഇറക്കി വെച്ച് ഇവിടെ വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ 3 കുപ്പിയടപ്പ് ഇട്ട് വെക്കും. അപ്പോൾ 3 കുപ്പിയടപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകാം. അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ പൈപ്പ് എന്ന് പറയുന്നത്, മറ്റേ വെള്ളം വരാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് ഇവിടെ ഒരു വലിയ ഹോൾ ഇടുക. നമ്മൾ ഈ പൈപ്പിനകത്ത് വെച്ച് വെക്കും. അപ്പോൾ നേരത്തെ വിചാരിച്ചത് ഈ പൈപ്പ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കാമെന്നാണ്. പക്ഷേ ഇത്രയും വെയിറ്റുള്ള പൈപ്പാണ്. വെള്ളം കൂടെ വരുമ്പോൾ ശകലം വെയിറ്റ് കൂടും. അപ്പോൾ സ്റ്റിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ നമ്മളിതൊരു കീഴ്ത്ത ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇറക്കി വെക്കാൻ പോകണം. അപ്പോൾ അതിനെ പരിപാടി ഈ പൈപ്പ് കയറാനായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഹോളിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ചിലയിട്ടൊന്ന് ഫെവിക്വിക്ക് ഒഴിച്ചിട്ട് നമ്മൾ MC-യിൽ വിറ്റിന് പിടിപ്പിക്കുകയാണ്. നമ്മളിവിടെ ജോയിൻറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ MC-യിലൂടെ തേച്ചിട്ടുണ്ട് നമ്മളിവിടെ. പിന്നെ നമ്മൾ ഓസ് കൂടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതിനകത്തൂടെ ഓസ് ഇവിടെ ഇത്ര നീളം ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ കുപ്പി നമ്മൾ മുറിച്ചത് ഈ ഓരോ പൈപ്പിൻ്റെ കഷ്ണത്തിൻ്റെ മേലും നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. ഓരോ നമ്മളിങ്ങനെ എല്ലാം നമ്മൾ ഫ്ലെക്സ് ഉപയോഗിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ അടപ്പ് ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഒഴിച്ചിടാൻ പോവാണ്. നമ്മുടെ 3 കുപ്പി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഓസിൻ്റെ ചെറിയ പീസുണ്ട്. അപ്പോൾ നമ്മൾ ഓസിൻ്റെ ചെറിയ പീസ് നമ്മളിവിടെ ഒട്ടിച്ചിട്ട് വീട്ടിൽ നിന്ന് അറിയുമ്പോൾ വീട്ടിലേക്ക് വരുന്ന രീതിയിലാക്കി ഈ ഓസ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഇവിടെ ഒട്ടിക്കണം. ഇവിടെ നമ്മൾ അപ്പോൾ അടി കിഴുത്തിട്ടിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അടി കിഴുത്തിട്ട് താഴോട്ട് വീഴുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിച്ച പരിപാടിയിലേക്ക് പോകാം. പൈപ്പെല്ലാം നമ്മൾ ഓസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അന്നേരം ഇതിന് ഇന്നറിയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന രീതിയിലും ഇന്നറിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഉരുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചില പശയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അത് നമുക്ക് താഴത്തേനെ ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ ഇത്രയും ഭാഗത്ത് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് വിത്തി വരുന്ന വെള്ളം വിത്തി വരുന്ന വെള്ളം വിത്തി കയറിയിട്ട് നേരെ ഈ പൈപ്പ് വഴി ഇവിടെ നമ്മൾ ഹോൾ ഇടുന്നുണ്ട്. അതുവഴി ഇങ്ങനെ നേരെ ടാങ്കിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ഹോൾ ഇടാം. ഇതിൻ്റെ നമ്മൾ അടി മൊത്തം ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പൈപ്പേ മൊത്തം നമ്മൾ മഞ്ഞയും കറുപ്പും പെയിൻ്റ് അടിച്ച് നമ്മൾ മുളയുടെ കൂട്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ആ പരിപാടിയിലേക്ക് പോകാം. മുള പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കുറച്ച് ട്രേയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് പോകാം. പൈപ്പിലേക്ക് വെള്ളം കയറാനായിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയൺ വെച്ച് ഇവിടെ മൊത്തം അടപ്പിന് കിഴുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വെള്ളം നേരെ ഈ പൈപ്പിനകത്ത് കയറി കിഴുത്ത വഴി താഴോട്ട് പോകുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുപ്പി നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. കുപ്പിയും നമ്മുടെ പൈപ്പൊക്കെ നമ്മൾ മുളയുടെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയില്ലേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിയിൽ ഒരു ട്രേ ഉണ്ട്. ഞാൻ കാണിക്കാറ്. അപ്പോൾ ഇതാണ് നമ്മൾ അടിയിൽ വെക്കാൻ പോകുന്ന ട്രേ. അപ്പോൾ ഇനി ഇത് തെർമോക്കോളാണിത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് അതിനിടെ കൂടെ പോകും. അപ്പോൾ നമ്മൾ ഗ്രൗട്ട് അടിച്ചിട്ട് സിമെൻറ്റ് ഇതിൻ്റെ പുറത്തോടെ തേച്ച് വിടുന്നുണ്ട്. അത് വെള്ളം ലീക്കായിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഗ്രൗട്ട് അടിക്കും. ഗ്രൗട്ട് നല്ലതായിട്ട് കലക്കിയിട്ട് നമ്മൾ ഗ്രൗട്ട് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സിമെൻറ്റ് എല്ലാം അടിച്ച് നല്ലതായിട്ട് തേച്ചൊരു കുളം മുളകാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ അത് വെക്കും. അപ്പോൾ ഇനി സിമെൻറ്റ് എടുത്ത് അടിച്ചിരിക്കും. നമ്മുടെ ട്രേ നമ്മൾ ഇതിൻ്റെ പുറത്ത് സിമെൻറ്റൊക്കെ അടിച്ചെടുത്താണ്. സിമെൻറ്റ് തേച്ച് നമ്മൾ താഴെയും സൈഡിൽ മാത്രം സിമെൻറ്റ് അടിച്ച് പുറത്തൊക്കെ ഗ്രൗട്ടാണ് അടിക്കുക. നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടേക്കുവാണ്. പിന്നെ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പൈപ്പൊക്കെ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ്. അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് നമ്മുടെ പൈപ്പ് വെക്കാൻ പോകുന്നത്. ഇത് താഴെ കൂടെ പോകുന്ന വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണിത്. പിന്നെ ഈ ഹോൾ നമ്മുടെ പൈപ്പ് എടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പിനകത്താണ് നമ്മുടെ മോട്ടർ വെക്കുന്നത്. ഈ പൈപ്പിനകത്താണ് ഈ ഗ്യാപ്പിൽ കൂടെ എല്ലാം വെള്ളം കയറുന്ന മോട്ടർ അടിച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പൈപ്പിനകത്തോട്ട് നമ്മുടെ മോട്ടർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ആദ്യമേ അതിൻ്റെ വയറൊക്കെ ഇടാനായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വഴിയിട്ട് പുറത്തോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വയർ ആദ്യം വന്ന് ഈ പൈപ്പിനകത്തോടെ ഓസിനകത്തോടെ കയറ്റി വിടാം. വയർ കയറ്റി ഇനി പൈപ്പ് നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഓസ് ഊത്താൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട്
മിച്ചമുള്ള വയർ നമ്മൾ പുറത്തേക്ക് ഇടുവാണ്. ബാറ്ററിയിലേക്കോ അല്ല ചാർജറിലേക്കോ കൊടുക്കാവുന്ന രീതിയിൽ പുറത്തോട്ട് ഇടുവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഓസ് കൊടുക്കാനായിട്ടുള്ള ഗ്യാപ്പാണിത്. ഇനി ഇത് ചാർജറിലോ എല്ലാം കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിവിടെ ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓസ് കൂടെ ഒന്ന് കൊടുത്തിടുവാണെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. ഓസ് നമ്മളിവിടെ ഈ മോട്ടറെ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓസ് ഈ കിഴുത്ത വഴി ഇട്ട് നമ്മുടെ മേളിലത്തെ സ്റ്റാൻഡ് കുത്തി പിടിപ്പിച്ചേക്കുവാണ്. സ്റ്റാൻഡിനി നമുക്കിവിടെ സ്റ്റാൻഡ് കുത്തി വെച്ച് ഒട്ടിക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. നമുക്കിനി ഒട്ടിച്ച് വെക്കാം അത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ ഫെവിക്വിക്ക് വെച്ച് ചുറ്റിനെ ഒഴിച്ച് ഒട്ടിക്കാൻ പോവാണ്. ഇതാണ് സൂപ്പർ ഗ്ലൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ചുറ്റിനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണ്. ആ സ്റ്റാൻഡ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പൈപ്പ് അടിയിലത്തെ ഹോള് നമ്മൾ നോക്കിയിട്ട് എവിടെ നിന്നിട്ട് ഇവിടം വരെ ഉണ്ടോ നോക്കിയിട്ട് ആ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മളിവിടെ ഈ സ്റ്റാൻഡ് അടുത്ത പൈപ്പ് വെച്ച് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ഈ ഓരോ കുപ്പിക്കകത്ത് നമ്മൾ ഒരു 2-3 ചെറിയ വെള്ളക്കല്ലിട്ടിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് മീനിടാനുണ്ട്. ഞാൻ ഗപ്പീനെയാണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ ഗപ്പീനെ വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് 2 ഗപ്പീനെ എടുത്ത് ഇതിലേക്ക് ഇടും. പിന്നെ നമ്മളിവിടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ശകലം വെയിറ്റ് കൂടുതലാണ്. ഈ പൈപ്പിന് ശകലം വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതിങ്ങോട്ട് മറിഞ്ഞ് വരാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബാറ്ററി വെച്ച് ഫ്ലെക്സിക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചാണ് നമ്മുടെ കണ്ണിനാണ് വെള്ളം ഒഴിക്കുന്നത്. നിറച്ച് ഒഴിക്കും. നമ്മുടെ മോട്ടറിൻ്റെ വയറ് നേരെ ഇവിടെ നമ്മൾ ഒരു സെൻട്രൽ ലൈഡ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 12 വോൾട്ടിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് വണ്ടിയുടെയൊക്കെ ബാറ്ററിയാണ് 12 വോൾട്ടിൻ്റെ. അപ്പോൾ നമ്മൾ 12 വോൾട്ട് മോട്ടറെ കൊടുക്കത്തില്ല. നമ്മൾ 5 വോൾട്ടിൻ്റെ ബാറ്ററി മോട്ടറാണത്. അപ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് മോട്ടറിലേക്ക് 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത പൈപ്പിലേക്ക് ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പൈപ്പിലേക്ക് വീഴുന്നത് നോക്കാം. അടുത്ത ടാങ്കിലേക്ക് കയറി ഇതുവഴി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശക്തി കുറവായത് കൊണ്ട് നമ്മുടെ 2 ഹോളിൽ കൂടെ വെള്ളം വരുന്നുള്ളൂ. 3 ആയി. ഇങ്ങനെ 4. അപ്പോൾ നമ്മുടെ കിഴത്തേ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ചാർജറെ കൊടുത്ത് നോക്കാം ഇത്. അപ്പോൾ ഇനി നമുക്ക് ചാർജറെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. മോട്ടർ ഓണായിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം വരുന്ന കാണാം. താഴത്തെ നിറഞ്ഞു. താഴത്തെ നിറഞ്ഞു. അതിന് താഴത്തെ വരുന്നില്ലല്ലേ? വന്നു. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ബാറ്ററിയെ കൊടുത്തപ്പം താഴെ കൂടെ എല്ലാത്തിലൂടെ വെള്ളം വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ മോട്ടറെ കൊടുത്തപ്പോൾ വെള്ളം ശകലം പവറി വന്നിട്ട് എല്ലാത്തിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ കീഴത്തേ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മീനേയും കൂടി ഇട്ടേക്കാം. കാരണം മീനെ എടുത്തു. നമ്മൾ ഗപ്പീനെയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഗപ്പീനെ അങ്ങോട്ട് കണ്ണൻ ഇടാൻ പോവാണ്. കണ്ണൻ ഗപ്പീനെ ഇട്ടു. ഇതെൻ്റെ ഗപ്പി. ഓക്കെ, അവർ സന്തോഷത്തോടെ അവർ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പൈപ്പിനകത്താണ് മോട്ടർ വെച്ചേക്കുന്നത്. അതായത് അല്ലെങ്കിൽ മീൻ അങ്ങോട്ട് പോയി മോട്ടറിൻ്റെ അടിയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മോട്ടർ പൈപ്പിനകത്താണ് വെച്ചേക്കുന്നത്. മീനൊക്കെ സന്തോഷത്തോടെ നടപ്പുണ്ട്. അപ്പോൾ മീൻ എയറും കിട്ടിക്കോളും ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൗണ്ടൻ്റെ പരിപാടി. നമ്മൾ PVC വെച്ചാണ് ഉണ്ടാക്കിയത്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാം. ഏകദേശം 150 രൂപയൊക്കെ ആകത്തുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്കിത് വീട്ടിൽ ഷോയ്ക്കൊക്കെ വെക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ്. വീഡിയോ കണ്ടതിന് നന്ദി.